അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബി.എഡ് ഫസ്റ്റ് സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓപ്ഷണൽ അറബി കോഴ്സിൻ്റെ തിയററ്റിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ് അറബി എന്നുള്ള ടോപ്പിക്കിലാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. തുറക്കു തദ്രീസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ത്വരീഖയാണ് ത്വരീഖത്തുൽ ലഅബ് എന്ന് പറയുന്നത്. ത്വരീഖത്തുൽ ലഅബിൻ്റെ പ്രധാനമായി കാണാറ് അതിൻ്റെ മനാഫി ആണ് ചോദിച്ച് കാണാറ്. അതോടൊപ്പം തന്നെ മാഹിയത് ത്വരീഖത്തുൽ ലഅബ് എന്ന് ചോദിച്ച് കാണാറുണ്ട്. ത്വരീഖത്തുൽ ലഅബ് പ്ലേവേ മെത്തേഡാണ്, കളിച്ചുകൊണ്ടുള്ള പഠനമാണ്. ഫി ഹാദിഹി ത്വരീഖ് യസ്തഗിലുൽ മുഅല്ലിമു മഅൽ ഔലാദ് ബി അൽആബിൻ. വ്യത്യസ്ത കളികളിലൂടെ, ഗെയിംസിലൂടെ വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപകൻ ജോലിയായിട്ടുള്ള അല്ലെങ്കിൽ കളിച്ചുകൊണ്ടുള്ള മെത്തേഡാണ് ത്വരീഖത്തുൽ ലഅബ് എന്ന് പറയുന്നത്. തബ്ലുഗു ബിഹ അൽ ഔലാദ് ഇലൽ വുഖൂഫ് അല ബഅദിൽ ഉലൂം അല്ലദി യുറാദു തഅലീം. പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന അറിവുകളെ അത് വിദ്യാർത്ഥികൾ ഈ കളികളിലൂടെ അത് എത്തിക്കുന്നു, അതായത് മനസ്സിലാക്കുന്നു. ബിഹാദ ത്വരീഖ് യക്തസിബുൽ അത്ഫാലു മഅരിഫതൻ മുഫീദതൻ ബൈനമാ യൽഅബൂൻ വയതമത്തഊൻ. അവർ കളിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ആസ്വദിക്കുന്നതിലൂടെ, ആനന്ദത്തിലേർപ്പെടുന്നതിലൂടെ അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള അറിവുകൾ വിദ്യാർത്ഥികൾ ഈ മെത്തേഡിലൂടെ സമ്പാദിക്കുന്നു എന്നാണ് പറയുന്നത്. ഹുന യഖ്ലുഖുൽ മുഅല്ലിമു ജവ്വൻ ജയ്യിദൻ യലീഖു ലിദ്ദിറാസ. പഠനത്തിന് യോജിച്ച നല്ല അന്തരീക്ഷം അധ്യാപകൻ സൃഷ്ടിക്കുകയാണിവിടെ. അപ്പോൾ നല്ല അന്തരീക്ഷമൊക്കെ സൃഷ്ടിച്ചതിനു ശേഷം വിദ്യാർത്ഥികൾ കളികളിലൂടെ എടുക്കാൻ ഉദ്ദേശിച്ച വിഷയം പഠിക്കുക അല്ലെങ്കിൽ അവർ അത് നേടിയെടുക്കുക. ഈ മെത്തേഡിനാണ് ത്വരീഖത്തുൽ ലഅബ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്, ഫവായിദിനെക്കുറിച്ച്, മഹാസിനുഹ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ഹാദിഹി ത്വരീഖ മുലായിമത്തുൻ ഫി റിയാലിൽ അത്ഫാലി വൽ ഫുസൂലിൽ ഇബ്തിദായിയ. പ്രൈമറി ക്ലാസ്സുകളിലും ചെറിയ കുട്ടികളുടെ ഇടയിലും യോജിച്ചതാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ട്, ഇസ്തിംറാറുൽ ഹയവിയ ഫിൽ ഫസ്ൽ. ക്ലാസ്സിൽ എനർജറ്റിക്കായിട്ടുള്ള ആ ഒരു അവസ്ഥ എപ്പോഴും തുടർന്നു പോകാൻ, ഇസ്തിംറാറാവാൻ അത് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, മൂന്ന്, തബ്ഉദുൽ തുല്ലാബു അനിൽ മിലൽ. അസ്വസ്ഥത അല്ലെങ്കിൽ അലസത അല്ലെങ്കിൽ മടി, ഇവയിൽ നിന്നൊക്കെ വിദ്യാർത്ഥികളെ ഈ ത്വരീഖത്തുൽ ലഅബ് വിദൂരത്താക്കും. ഇനി ബിഹ, അതിൻ്റെ ന്യൂനതകളെക്കുറിച്ചാണ് പറയുന്നത്. കത് യന്തഖിലു നശാതു തഅല്ലും ഇല മുജറദിൽ ലഅബ്. ഈ പ്ലേവേ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതുമാത്രമായിട്ട് ക്ലാസ് ചുരുങ്ങും എന്നാണ് പറയുന്നത്. വഹിയ ഗൈറു കാമിൽ ലിതഅമീലി കുല്ലി മവാരിദിൽ ലുഗവിയ്യ. ഭാഷയുടെ എല്ലാ സോഴ്സുകളും, എല്ലാ ഉറവിടങ്ങളും പഠിപ്പിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ളൊരു അവസ്ഥയല്ല, ഒരു മെത്തേഡല്ല ഇത്. അത് പൂർണ്ണമാക്കുന്നില്ല ഭാഷയുടെ പഠനം എന്നാണ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യനാണ് അത്വരീഖത്തു തവാസുലി. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അല്ലുഗ അദാത്തുൻ ലിത്തവാസുലി വത്തആമുലി വത്തഫാഹുമി. ഭാഷ എന്ന് പറയുന്നത് അത് കാര്യങ്ങളെ മനസ്സിലാക്കാനും വ്യവഹാരം നടത്താനും ആശയവിനിമയം നടത്താനുള്ള ഒരു ഉപകരണമാണ്, ഒരു അദാത്താണ്. ഫലൈസത്ത് ലുഗ ഖവാലീബ് വസിഅ വത്തറാഖിബ് മഖ്സൂദത്ത് ലിദാത്തിഹ. ഭാഷ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സ്ട്രക്ചർ അല്ലെങ്കിൽ സ്വീഗ അല്ലെങ്കിൽ ഖവാലിബ് മാത്രമല്ല. ഇന്നമാ ഹിയ മൗജൂദത്തുൻ ലിത്തഅബീരി അനിൽ വളായിഫിൽ ലുഗവി അൽ മുഖ്തലിഫ്. വ്യത്യസ്തമായിട്ടുള്ള ഭാഷാപരമായ ഡ്യൂട്ടീസുകൾ എക്സ്പ്രഷൻ ചെയ്യാനുള്ള ഒന്നാണ് ഭാഷ.
كالطلب والترجي والأمر والنهي والدعاء والوصف والتقرير وغير ذلك من آلاف الوظائف اللغوية. ആയിരക്കണക്കിന് വലായിഫുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ് തഖ്രീർ, വസ്ഫ്, ദുആ, നഹി നിരോധനം, അൽ അംർ കൽപ്പന, തർജി ആഗ്രഹം പറയുക, ത്വലബ് ആവശ്യപ്പെടുക, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വലായിഫുകൾ അതിനുണ്ട്. വഫീ ദില്ലി ഹാദിഹിൽ ഫിക്റ ലഹറത്തു ത്വരീഖത്തു തവാസുലിയ. ഈ ചിന്തയുടെ തണലിലാണ് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് വന്നത്. തതറക്കസു ഹാദിഹി ത്വരീഖ അലൽ മഅരിഫത്തി വന്നവാഹിയൽ വിജ്ദാനിയൽ ഹാമ ലിൽ മുതഅല്ലിമി. വിദ്യാർത്ഥിക്ക് പ്രധാനപ്പെട്ട വൈകാരികമായിട്ടുള്ള ഭാഗങ്ങളെ, വൈജ്ഞാനികത്തെയും ഈ മെത്തേഡ് അപ്രോച്ച് കേന്ദ്രീകരിക്കുക. وتتاح فيها الفرصة للمتعلم كي يمارس دور المشارك والمراقب والملاحظ والمستمع والمساهم. വിദ്യാർത്ഥിക്ക് അവൻ്റെ കൃത്യമായ റോള്, അവൻ്റെ പാർട്ടിസിപ്പേഷൻ അത് പ്രാക്ടീസ് ചെയ്യാനും അത് ഇവാലുവേറ്റ് ചെയ്യാനും നിരീക്ഷിക്കാനും അത് കൃത്യമായ അതിന് സംഭാവനകൾ ഡൊണേറ്റ് ചെയ്യാനും അത് കൃത്യമായ ഒരു അവസരം നൽകുന്നുണ്ട് ഈ ത്വരീഖത്തു തവാസുലി. وتستخدم المهارات اللغوي فيها من أجل فهم التمثل وأداء المعلومات والتجارب والأفكار والمشاعر. വികാരങ്ങളെ, ചിന്തകളെ, എക്സ്പീരിയൻസുകളെ, ഇൻഫർമേഷനുകൾ തുടങ്ങിയ കാര്യങ്ങളെ മനസ്സിലാക്കാൻ അതിന് പ്രധാനമായി ഉപയോഗിക്കുന്ന ഭാഷാപരമായിട്ടുള്ള മഹാറാത്തുകൾ, നൈപുണ്യങ്ങൾ, LSRW പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ അത് കാരണമാണ്. وكذلك لحل المشاكل والمناقشة والاستشارة وإصدار التعليمات والمجادلة والتنظيم ومثلها. അതുപോലെ തന്നെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ചർച്ചകൾ നടത്താൻ, സംവാദം നടത്താൻ, സോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ, തർക്കിക്കാൻ, പദ്യം ഗദ്യമൊക്കെ രചിക്കാൻ ഇതൊക്കെ ഉപകരിക്കുന്നുണ്ട്. വഹാദിഹി ത്വരീഖ ഹിയ അല്ലതി തത്തബിഉൽ ആന ലിതഅലീമിൽ ലുഗാത്തിൽ ആലമി. ലോകഭാഷകൾ പഠിക്കുന്നതിനു വേണ്ടി ഇപ്പോൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്ന, പിന്തുടരുന്ന വഴിയാണ് ഈ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും.